ശനിയാഴ്ച പുലർച്ചെയാണ് താനൂരിനടുത്ത് ഒഴൂർ അയ്യായയിൽ കടമുറിയിൽ പ്രവർത്തിക്കുന്ന ലീഗ് പ്രാദേശിക കമ്മിറ്റി ഓഫീസിന് അജ്ഞാതർ തീയിട്ടത്. ഓഫീസിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ എത്തി നോക്കിയപ്പോൾ ഓഫീസിന് തീ പടരുന്നതാണ് കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് തീ അണച്ചെങ്കിലും ഓഫീസിലെ ഫർണിച്ചറുകളെല്ലാം കത്തിനശിച്ചു. ഓഫീസിന്റെ ഷട്ടറിനടിയിലൂടെ അകത്തേക്ക് തീയിട്ടതാണെന്നാണ് കരുതുന്നത്. തികച്ചും ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായതെന്നും സമാധാനത്തിൽ കഴിയുന്ന പ്രദേശത്ത് സമാധാനം നശിപ്പിച്ച് കലാപം സൃഷ്ടിക്കാനുള്ള ശ്രമമാണിതെന്ന് ലീഗ് നേതാക്കൾ പറയുന്നു. അക്രമികളെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഒരു നാട്ടില് തെരഞ്ഞെടുപ്പ് നടക്കലും വിജയപരാജയങ്ങളൊക്കെ സാധാരണയാണ്. പക്ഷെ ഇവിടെ വിജയിച്ചതിൻ്റെ പേരിൽ നാട്ടിൽ അങ്ങനെ ഒരു നമ്മളെ അറിവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിലില്ല. പക്ഷേ ഇവിടെ ഒരു ആഘോഷ പരിപാടി ഇന്ന് വിജയാഘോഷം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അത് മുടക്കലാണോ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശമെന്ന് നമുക്കറിയില്ല. സാമൂഹ്യദ്രോഹികൾ ചെയ്തിട്ടുള്ളത് തീർത്തും അപകടകരമായൊരു സംഗതിയാണ്. കാരണം വളരെ സമാധാനത്തോടു കൂടി കഴിയുന്ന ഒരു പ്രദേശമാണ് അയ്യായ പ്രദേശം എന്ന് പറയുന്നത്. പല രാഷ്ട്രീയ പാർട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പല സംഘടനകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അവർക്കിടയിൽ ഇന്നേ വരെ ഒരു സംഘർഷമോ അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തെങ്കിലും പരസ്പര വൈരമോ ഇതുവരെ നിലനിൽക്കുന്നില്ല. UDFന്റെ ശക്തമായ വിജയത്തെ തുടർന്ന് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. അത് മാത്രമല്ല LDFന്റെ പ്രത്യേകിച്ച് CPMന്റെ പരാജയം ജനങ്ങൾ നൽകിയ ഏറ്റവും വലിയ ആഘാതമാണ്. ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് കൂടിയിട്ടാണ് UDFന്റെ ഈ വിജയം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ വിജയത്തിൽ വിവിധ പ്രദേശങ്ങളിൽ CPM കരുതിക്കൂട്ടി ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല UDFന്റെ വിജയാഘോഷ പരിപാടികൾ അത് ഏത് രീതിയിലും തടയണമെന്നുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഇന്ന് ഇവിടെയും ഇത് സംഭവിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാര് ശ്രമിച്ചാലും ശരി, അത് തടയാൻ ആർക്കും കഴിയില്ല. ജനാധിപത്യമാണ്. ജനാധിപത്യ മാർഗത്തിലൂടെ ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ആഘോഷമാണ്. അല്ലാതെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോ കോൺഗ്രസ് പ്രവർത്തകന്മാരോ മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ആഘോഷമല്ല വിവിധ പ്രദേശങ്ങളിൽ നടക്കുന്നത്. ഓഫീസിനോട് ചേർന്ന് ഈ മുറിയുടെ രണ്ട് ഭാഗത്തായി ഒരു ഹോട്ടലും ഒരു പലചരക്ക് കടയും പ്രവർത്തിക്കുന്നുണ്ട്. ഈ കടമുറികളിലേക്കൊന്നും തീ പടരാതെ കാത്തത് വൻ ദുരന്തം ഒഴിവാക്കി. താനൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഈ ചാനൽ ന്യൂസ്, താനൂർ. MX ഗ്രൂപ്പിന്റെ 22ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്കായി MWC Max ഒരുക്കുന്ന കിടിലൻ ഓഫർ. നവംബർ 22 മുതൽ 22 ദിവസം MWC Max ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നേടൂ എല്ലാ പർച്ചേസുകൾക്കും ഫ്ലാറ്റ് 22% ഓഫ്. വിവാഹ പാർട്ടികൾക്കിത് സുവർണാവസരം. ലേഡീസ് ജെന്റ്സ് കിഡ്സ് വിഭാഗങ്ങളിൽ കിടിലൻ കളക്ഷനുകൾ. ഈ ഓഫർ നവംബർ 22 മുതൽ 22 ദിവസം മാത്രം. ഉടൻ തന്നെ MWC Max ഷോറൂമുകൾ സന്ദർശിക്കൂ. ഷോപ്പിംഗ് ആനന്ദകരമാക്കൂ. 22 വർഷം ഞങ്ങളെ നെഞ്ചേറ്റിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. MWC Max വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കൊപ്പം, കുട്ടനാട്. ഓപ്പണിംഗ് ഷോർട്ട്ലി അറ്റ് വളാഞ്ചേരി.